അടിപൊളി പഴങ്കഞ്ഞി കേട്ടോ, കൂടെ വറുത്തരച്ച നാടൻ ചിക്കൻ കറി. അത് ഇന്നലത്തെ എന്താ സ്വാദം നോക്കിക്ക്. കണ്ടോ, കുറെ ഇരിക്കുന്ന ചാറിൽ വെണ്ണ പോലത്തെ ചിക്കൻ കിടക്കുന്നുണ്ടോ, എണ്ണ ഭംഗിയാന്ന് നോക്കിക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് തേങ്ങ ചമ്മന്തി ഉണ്ട് കേട്ടോ, നല്ല ഇഞ്ചിയും നല്ലോണം എരിവും അതുപോലെ പുളിയുണ്ട്, നല്ല തേങ്ങാ ചമ്മന്തി. ഇത് പച്ചമുളക്, അതുപോലെ ഉള്ളി, ഉപ്പ്, നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണം ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ച് അപ്പോൾ അത് ചേർത്ത് അരച്ചെടുത്ത സൂപ്പർ മുളക് ചതച്ചതാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, എന്താ മണമെന്നറിയുമല്ലേ. അപ്പോൾ അതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മലയാളികളുടെ എക്കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട കപ്പ ഇടിച്ച് പൊടിച്ചത്. അപ്പോൾ കപ്പ ഇടിച്ച് പൊടിച്ചതും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതിനോട് മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ ഉള്ള ഒരു അടിപൊളി സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് നോക്കിക്കേ, ട്യൂണയാണ്. ട്യൂണ ഒരു മീഡിയം സൈസ് ട്യൂണ കിട്ടി, ഒരു 1.5 കിലോ അടുപ്പിച്ചുള്ള. അപ്പോൾ അതായത് പീസാക്കി ഇത് പറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പീസും കൂടെ എടുത്തു. അപ്പം അങ്ങനെ ഇത്രയും കൂട്ടി നമ്മളിന്ന് അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി എടുക്കുവാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? കപ്പയുണ്ട്, പഴങ്കഞ്ഞിയുണ്ട്, ചിക്കന്, ചമ്മന്തികൾ 2 അത് തേങ്ങാ ചമ്മന്തി, മുളക് ചതച്ചത്, പിന്നെ നമ്മുടെ ട്യൂണ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എന്നാ ടേസ്റ്റ് എന്നറിയോ, ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വേറെ കോമ്പിനേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ പറഞ്ഞേക്കുക. അപ്പോൾ അതും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എല്ലാവർക്കും അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.